ഇതിന്റെ സാധ്യതകൾ ഓരോ മേഖലയിലും ഇപ്പൊ SKന്റെ പകരമായിട്ടൊരു ഹ്യൂമനോയിഡ് ഇവിടെ വരുമെന്നൊന്നും ഞാൻ കരുതുന്നത്. കാരണം അല്ല SKന്റെ മാതിരിയുള്ള ഒരു മാനുഷിക ഭാവങ്ങളും അതിനുണ്ടാകില്ല. മനുഷ്യനെ ഓവർകം ചെയ്യാൻ ഒരു സാങ്കേതികതയും കഴിയില്ല. ഇത് മനുഷ്യ കുലത്തിന് ഗുണകരമായിട്ടായിരിക്കും വരുന്നത്. ഇല്ലില്ല, സിനിമ വരുന്നത് ഈ സിനിമാ രംഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് രീതിയിൽ ഗുണം ചെയ്യും. ഒന്ന് ഇപ്പൊ മമ്മൂട്ടി മോഹൻലാല് അവർ 60 ദിവസം അഭിനയിക്കുന്നു. അതിന് അവർക്ക് 5 ദിവസം അഭിനയിച്ചിട്ട് 55 ദിവസം കൂടെ വർക്ക് ചെയ്യിക്കാം. അല്ല, ഇപ്പൊ തന്നെ ചില സിനിമകൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. പകുതി ചെയ്യുന്നുണ്ട്. ചില സിനിമകളിൽ കുറച്ച് ദിവസം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആരും അറിയാതെ കൊണ്ട് സീൻസ് ഉണ്ടാക്കി വിടുന്നുണ്ട്. അങ്ങനെ ചെയ്യാം. ആ രഹസ്യം പുറത്തു വിടണമെന്നുള്ളത് നമുക്ക് ആലോചിക്കണം. അല്ല, അത് കൂടാതെ ഇൻഡിപെൻഡന്റ് സിനിമ മേക്കേഴ്സ്, ഇപ്പൊ എന്നെ പോലുള്ള പാവപ്പെട്ട ഒരുപാട് കടം വന്ന ഇൻഡിപെൻഡന്റ് പറയത്തില്ല കേട്ടോ. അപ്പൊ ഇൻഡിപെൻഡന്റ് ഫിലിം മേക്കേഴ്സിന് അവർക്ക് ഇപ്പൊ 5-6 മാസമൊക്കെ ഇരുന്നിട്ട് അവരെ സിനിമകൾ ഉണ്ടാക്കാൻ കഴിയും. അതൊരു വലിയ അഡ്വാൻറ്റേജ് അല്ലേ അത്? തീർച്ചയായിട്ടും ഞാൻ വരുന്നു. അങ്ങയുടെ ഒരു അഭിപ്രായം എങ്ങനെ ഈ കാര്യത്തിൽ? എന്റെ അഭിപ്രായം എന്താണ്, അങ്ങയുടെ സ്ഥാപനത്തിൽ ഇതുകൊണ്ട് എന്തെങ്കിലും അപകടം ഉണ്ടായിട്ടുണ്ടോ? എന്റെ അഭിപ്രായം എന്താണ്, വന്നെങ്കിൽ ജോലിയൊക്കെ പോവില്ല. ഇൻഫാക്ട് ഒരു ട്രാൻസ്ഫർമേഷൻ ആണ് ഇത്, ഒരു പീരിയഡ് ആണ്. ഇപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ട് ആദ്യ തൊട്ട് ഗ്രീൻ റെവല്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഗ്രീൻ റെവല്യൂഷൻ ഉണ്ടായിരുന്നപ്പോൾ ഈ ഫാർമേഴ്സ് ഒക്കെ അവർക്ക് പണി പോകുമെന്ന് പറഞ്ഞിട്ട്, പക്ഷെ എന്തായി, മിഷനറിയുടെ ഇതൊക്കെ ട്രാക്ടേഴ്സ് ഇതൊക്കെ എംപ്ലോയ്മെന്റ് വന്നു, അതിൻ്റെ ഒരു ജോലി വന്നു. അതേപോലെ വൈറ്റ് റെവല്യൂഷൻ, നമ്മുടെ കുര്യൻ സാറുടെ പാലുണ്ട് സൊസൈറ്റി. അപ്പൊ എല്ലാവരും സൊസൈറ്റിയിൽ വന്ന് പാലിട്ടെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടിലാവും, ആൾക്കാർക്ക് തനിച്ച് ജോലി ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ ഇന്ന് ഹോൾ ഇന്ത്യ നമ്മുടെ വൈറ്റ് റെവല്യൂഷൻ എവിടെ കണ്ടെങ്കിൽ മിൽമാവോ ഇതോ എല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു പരിപാടി. നെക്സ്റ്റ് കെയിം IT റെവല്യൂഷൻ. അപ്പോൾ IT റെവല്യൂഷനാണ് ഒരു ഏറ്റവും ഒരു ലെസനാണ് നമ്മൾക്ക്. IT റെവല്യൂഷനിൽ ഇപ്പം ഞാൻ 43 കൊല്ലം ഞാൻ IT-ലുണ്ട്, ബാങ്കറാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഐ എം അപ്ഡേറ്റഡ് വിത്ത് AI ആൻഡ് ML. അപ്പോ എനിക്ക് അപ്പോ ഈ IT-ല് വന്നപ്പോ, പണ്ട് ഞാൻ ബാങ്കിൽ ഉണ്ടായിരുന്നപ്പോ, ഞാൻ ഫസ്റ്റ് 10 കൊല്ലം ജോലി ചെയ്യുമ്പോൾ IT ഒരു ആഡിങ് മെഷീൻ കൂടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിന് പക്ഷം IT വന്നപ്പോൾ ബാങ്കിങ് ഇൻഡസ്ട്രിയിൽ ആൾക്കാരൊക്കെ പറഞ്ഞു ഇങ്ങനെ IT വന്നെങ്കിൽ ജോലി പോകും പറഞ്ഞു. പക്ഷേ ജോലി പോയില്ല. പിന്നെ ഹാർഡ്വെയർ എഞ്ചിനീയർ, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, പ്രോഗ്രാമേഴ്സ് ഇതൊക്കെ കൂടി, ഡാറ്റാ സെന്റർ വന്നു, ഇതൊക്കെ കൂടിയപ്പോൾ IT ഡെവലപ്പായി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.